സംസ്ഥാന ബജറ്റിൽ വയോജനങ്ങളെ അവഗണിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. വയോജന പെൻഷൻ മുടങ്ങുന്നതിനെതിരെയും പെൻഷൻ വർധന നടപ്പിലാക്കാത്തതിനെതിരെയും സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 13-ാം തീയതി വയനാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. 6 മാസത്തിലധികമായി വയോജന പെൻഷൻ മുടങ്ങിയതിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനിടയിലാണ് പ്രത്യക്ഷ സമരവുമായി വയോജനങ്ങൾ രംഗത്തു വരുന്നത്. അതോടൊപ്പം ഈ ബഡ്ജറ്റിൽ വയോജന പെൻഷൻ വർധനവ് നടപ്പിലാക്കാതെ വയോജനങ്ങളെ അവഗണിച്ചതായി സീനിയർ സിറ്റിസൺ ഫോറം വ്യക്തമാക്കുന്നു. വയോജനങ്ങളുടെ കാര്യം തന്നെ ബജറ്റിൽ പറഞ്ഞിട്ടില്ല. പിന്നെ പെൻഷൻ ആണെങ്കിൽ ഇപ്പോൾ 5 മാസമായി കുടിശ്ശിക, അത് എപ്പോൾ കൊടുക്കുന്നുള്ള കാര്യത്തെ പറ്റി പറയുകയോ അല്ലെങ്കിൽ ബജറ്റിൽ പിന്നെ പെൻഷൻ വർധനവിൻ്റെ കാര്യങ്ങളെ പറ്റി പറയുകയോ ചെയ്തിട്ടില്ല. കൂടാതെ വയോജന കമ്മീഷൻ സംസ്ഥാന തലത്തിൽ രൂപീകരിക്കണമെന്ന് പറഞ്ഞുള്ള ആ കാര്യത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പെൻഷൻ മുടങ്ങിയതോടെ ചികിത്സയ്ക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് വയോജനങ്ങൾ അനുഭവിക്കുന്നത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മരുന്ന് മേടിക്കാൻ ചുരുങ്ങിയത് ഒരു 3000 രൂപയൊക്കെ ആകുന്നുണ്ട് മിക്ക ആൾക്കാർക്കും ഒരു മാസം. 60-80 വയസ്സൊക്കെ ആയ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ അവർക്ക് ആ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാതെ എത്ര ആളിപ്പോൾ ഒരു ജോസഫ് ചക്കിട്ടപ്പാറ ആത്മഹത്യ ചെയ്തു. വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഈ മാസം 13-ാം തീയതി വയോജനങ്ങൾ വയനാട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിക്കും. മാർച്ചിലും ധരണയിലും ആയിരക്കണക്കിന് വയോജനങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു. ജനം, വയനാട്.